കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ സാംസ്കാരികതയുടെയും ഒരു വളർച്ചാ നാഴികക്കല്ലാണ് സാർവദേശീയ സാഹിത്യോത്സവമെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. തൃശൂരിലെ കേരള സാഹിത്യ അക്കാദമി അങ്കണത്തിൽ നടന്ന സാർവദേശീയ സാഹിത്യോത്സവ സമാപന ചടങ്ങിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വർഷം ആരംഭിച്ച സാർവദേശീയ സാഹിത്യോത്സവം വരും വർഷങ്ങളിലും തുടരും. അടുത്ത വർഷം ലോകോത്തര നിലവാരത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നടത്തും. ഇന്ത്യയിൽ സർക്കാരിന് കീഴിൽ ഇത്തരത്തിലുള്ള സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് വിരളമാണ്. സംസ്ഥാനത്ത് സാർവദേശീയ സാഹിത്യോത്സവത്തിനും ഇപ്പോൾ തുടക്കമായെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ വൈവിധ്യങ്ങളെയും ബഹുസ്വരതകളെയും രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്ന നാടാണ് കേരളം. ജനാധിപത്യപരമായ ഈ ആസ്വാദന സംസ്കാരമാണ് കേരളത്തെ ലോകത്തിനു മുൻപിൽ ഉയർത്തിക്കാണിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ തിരിഞ്ഞുനോട്ടം അവതരിപ്പിച്ചു. അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ, സാഹിത്യകാരന്മാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 28 മുതൽ ഫെബ്രുവരി 3 വരെ സാഹിത്യ അക്കാദമി അങ്കണത്തിലും ടൗൺ ഹാളിലുമായാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചത്. ലോകത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിച്ചിട്ടുള്ളത് കലയാണ്. ഏറ്റവും മികവാർന്ന തലത്തിൽ ഈ അന്തർദേശീയ സാഹിത്യോത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹികളെ, കമ്മിറ്റിയെ, ഇത് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ എന്റെ സാന്നിധ്യത്തിൽ ആദ്യം നടന്ന ഒരു യോഗം, ആ യോഗത്തിലാണ് ഇന്റർനാഷണൽ ഫെസ്റ്റുകളെ പറ്റിയുള്ള ഒരു ഗൗരവമായ ചർച്ച ഞങ്ങൾ ആരംഭിച്ചത്. Trying to create if I don't know the original language. This morning I was talking about tanka poetry. Why would an Irish language poet be involved with a 1300-year-old form of poetry? Is the origin of all poetry, I believe.